Hi all, welcome to Set Life with me. Today we are going to discuss Chaucer's age, but before entering into his important works or his biography, we should understand the socio-political background. 1340 മുതൽ 1400 വരെയുള്ള ഒരു കാലഘട്ടമാണ് ചോസറിൻ്റെ ഏജ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. And it was the first significant literary period of England. We can consider it as a transitional age because the age of Chaucer witnessed growth in every walk of life. And it was a period of great political, social, religious and literary activities. ധാരാളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് അതേപോലെ തന്നെ ധാരാളം ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ചോസറിൻ്റെ കാലഘട്ടം. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് മേജർ ഹിസ്റ്ററിക്കൽ ഇവൻറ്റ്സ് എന്ന്. ഫസ്റ്റ് 100 years of war. 1337 to 1453 ആണ് 100 years of war, and it was between England and France. The reason behind 100 years of war was William the Conqueror from France defeated King Harold of England. William the Conqueror united England with France and he ruled both the countries. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി മാത്രമല്ല, ലാംഗ്വേജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫ്രാൻസിൻ്റെ അണ്ടറിലായിരുന്നു ഇംഗ്ലണ്ട്. അപ്പം സാധാരണ ജനങ്ങൾക്കിടയിൽ, ഇംഗ്ലണ്ടിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു നാഷണൽ ഒരു ഇംഗ്ലീഷ് ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ആവശ്യം മനസ്സിലായി തുടങ്ങി. അങ്ങനെയാണ് 100 years of war സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ധാരാളം ബാറ്റിൽസ് ഈ 100 years of വാറിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഭൂരിഭാഗവും ജയിച്ചത് ഇംഗ്ലണ്ടാണ്. അപ്പോൾ അതിൽ മേജർ ബാറ്റിൽസ് എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് ക്രസി ഇൻ 1346, ബാറ്റിൽ ഓഫ് പോർട്ടിയേഴ്സ് ഇൻ 1356, ബാറ്റിൽ ഓഫ് ആജിൻകോട്ട് ഇൻ 1415. ഇതൊക്കെയാണ്. അപ്പോൾ ഈ ബാറ്റിൽസിനൊക്കെ ധാരാളം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിട്ടുണ്ട്. ഡെമോക്രാറ്റിക് ടെൻഡൻസി ആളുകൾക്കിടയിൽ വന്നു. ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഡെവലപ്പ് ചെയ്തു. ഡിക്ലൈൻ ഓഫ് ഓൾഡ് ഫ്യൂഡൽ സിസ്റ്റത്തിൻ്റെ ഒരു എൻഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു കാലമായിരുന്നു അത്. ഇനി ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്കിടയിൽ മാത്രമല്ല, ഫ്രാൻസിലെ ജനങ്ങൾക്കിടയിലും പാട്രിയോട്ടിസം ഡെവലപ്പ് ചെയ്ത ഒരു കാലം കൂടിയായിരുന്നു അത്. അപ്പം നേരത്തെ പറഞ്ഞു, ഒരു ഇംഗ്ലീഷ് ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അപ്പം ഇംഗ്ലീഷ് എല്ലാ ഏരിയയിലും ഇംഗ്ലീഷിന് ഒരു നല്ലൊരു ഡെവലപ്മെൻറ്റാണ് ഉണ്ടായിട്ടുള്ളത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് വാസ് സ്റ്റാൻഡേർഡൈസ്ഡ് ആൻഡ് ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ് ബിക്കെയിം ദ ലാംഗ്വേജ് ഓഫ് ലണ്ടൻ. ബാക്കി സതേൺ ഡയലക്റ്റൊക്കെ അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വന്നു. ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ് ബിക്കെയിം ദ ലാംഗ്വേജ് ഓഫ് ലണ്ടൻ. English became the language of court in 1362. English became the language of parliament in 1363. English became the language of school in 1386. അപ്പോൾ എല്ലാ ഏരിയയിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വന്നു. പിന്നെ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് കറപ്റ്റഡ് ക്ലേർജി ആയിരുന്നു. ചേർച്ചസൊക്കെ കറപ്റ്റഡ് ആയിരുന്നു. അപ്പം റൈറ്റേഴ്സ് ധാരാളം ലിറ്റററി വർക്ക്സ് എഗൻസ്റ്റ് ദിസ് കറപ്റ്റഡ് ക്ലേർജി വന്നിട്ടുണ്ടായിരുന്നു. റൈറ്റേഴ്സ് ലൈക്ക് ചോസർ, ലെങ്ലൻഡ്, ഗോവർ ഒക്കെ സ്റ്റാർട്ടഡ് ക്വസ്റ്റ്യനിങ് ദിസ് കറപ്റ്റഡ് ക്ലേർജി. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ദ മോർണിംഗ് സ്റ്റാർ ഓഫ് റീഫർമേഷൻ ജോൺ വൈക്ലിഫ് സ്റ്റാർട്ട് ചെയ്ത ഒരു മൂവ്മെൻറ്റാണ് ലൊലാർഡ് മൂവ്മെൻറ്റ്. ആൻഡ് he started this movement to eradicate the evil from churches. Corrupted churches നിന്ന് ഈവിൾസിനൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൊലാർഡ് മൂവ്മെൻറ്റ് ജോൺ വൈക്ലിഫ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇംഗ്ലീഷ് പ്രോസിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെയധികം ഡെവലപ്മെൻറ്റാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഉണ്ടായ ഒരു ഹിസ്റ്ററിക്കൽ ഈവൻ്റാണ് ബ്ലാക്ക് ഡെത്ത്. 1347 to 1351 ആണ് ബ്ലാക്ക് ഡെത്ത് ഉണ്ടായത്. ബ്ലാക്ക് ഡെത്ത് നമുക്കറിയാം പ്ലേഗാണ്, അത്രയും സ്പ്രെഡ് ആവുന്ന ഒരു ഡിസീസായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത്രയധികം ദൈവത്തിൽ വിശ്വസിച്ചിട്ടും ഇങ്ങനെയൊരു പ്രോബ്ലം ഉണ്ടായി. 1/3 ഓഫ് യൂറോപ്പ് പോപ്പുലേഷൻ വൈപ്ഡ് ഔട്ട്. അപ്പോൾ ഇത്രയും ആളുകൾ മരിച്ചപ്പോൾ സാധാരണ ജനങ്ങൾ ദേ സ്റ്റാർട്ടഡ് ക്വസ്റ്റനിങ് ചേർച്ചസ്. ദൈവത്തോടുള്ള വിശ്വാസവും എല്ലാം അവർക്ക് കുറഞ്ഞു വന്നു. അപ്പോൾ എന്താണ് ഈ ബ്ലാക്ക് ഡെത്തിൻ്റെ റീസൺ, എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കലി സയൻസ് ഡെവലപ്പായി. പിന്നെ അടുത്ത ഒരു ഹിസ്റ്ററിക്കൽ ഈവൻ്റ് എന്ന് പറയുന്നത് പെസൻസ് റിവോൾട്ടാണ് 1381. പെസൻറ്റ് റിവോൾട്ടിൻ്റെ റീസൺ എന്ന് പറയുന്നത് 100 years of war ഉണ്ടായ സമയത്ത് ധാരാളം മണി ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ആ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട്
ഹ്യൂജ് ടാക്സ് കൊണ്ടുവന്നു. ജനങ്ങൾക്കിടയിൽ ധാരാളം ടാക്സ് പിരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് വാട്ട് ടൈലറിൻ്റെയും ജോൺ ബോളിൻ്റെയും നേതൃത്വത്തിൽ പെസൻറ്റ് റിവോൾട്ട് ആരംഭിക്കുന്നത്. ദേ ക്യാപ്ചേർഡ് നമ്മുടെ ലണ്ടൻ ടവർ അവർ ക്യാപ്ചർ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്. അപ്പം നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റ്, ധാരാളം ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പം പ്രോസ് ഡെവലപ്പ് ചെയ്തു, പിന്നെ ധാരാളം ഹിസ്റ്ററിക്കൽ ഈവൻറ്റ്സ് ഉണ്ടായി. ഇൻ എവറി വാക്ക് ഓഫ് ലൈഫ് ഡെവലപ്മെൻറ്റ് ഉണ്ടായ ഒരു കാലഘട്ടമാണ് ചോസറിൻ്റെ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ചോസേഴ്സ് ഏജിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ തന്നത്. നാളെ മുതൽ നമുക്ക് ചോസറിൻ്റെ കണ്ടംപററീസ് ആരൊക്കെയാണ്, അവരുടെ വർക്ക്സ്, ചോസറിൻ്റെ മേജർ വർക്ക്, കാൻറ്റർബറി ടെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.